ഹായ് ഹലോ നമ്മളിപ്പോൾ പോകുന്നത് ഇഷയിലോട്ടാണ്. നമ്മൾ പോയിരുന്നത് മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, അട്ടപ്പാടി, ആനക്കട്ടി വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അട്ടപ്പാടി ചുരമൊക്കെ കയറി നല്ല രസമായിട്ടുള്ള അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുരമൊക്കെ കയറി പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഹൈവേ വഴിയും പോവാം, പക്ഷേ ഞങ്ങൾ പോയത് ഈ വഴിയിലൂടെ ആയിരുന്നു. റോഡ് കുറച്ച് മോശമാണെങ്കിലും തമിഴ്നാട് എത്തിയതിനു ശേഷം നല്ല അടിപൊളി റോഡായിരുന്നു. നമ്മൾ അട്ടപ്പാടി ചുരത്തിലൊക്കെ നല്ല കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തമിഴ്നാട് ബോർഡർ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി റോഡായിരുന്നു. അപ്പോൾ ഞാൻ റോഡിൻ്റെയും ട്രാവലിങ്ങിൻ്റെയും വീഡിയോ ഒന്നും ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഡ്രൈവിംഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നൊരു പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് നല്ല റോഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിത് 4-5 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട് ഇവിടേക്ക്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഡൗട്ടുണ്ട് ഇത് ഒരു ടെമ്പിളാണ് എന്നുള്ളത്. സത്യത്തിൽ ഇതൊരു ടെമ്പിളല്ല, ഇതൊരു യോഗ സെൻ്ററാണ്. ഒരു മെഡിറ്റേഷൻ യോഗ സെൻ്ററാണിത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഈഷ ഫൗണ്ടേഷൻ എന്നാണ്. ആദിയോഗി എന്നുള്ള ആ സ്റ്റാച്ചുവിനെ നമ്മൾ വിളിക്കുന്നത് ആദിയോഗി എന്നുള്ളതാണ്. ആദിയോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ യോഗി, ആദ്യത്തെ ഗുരു എന്നൊക്കെ പറയും. അത്ര ഒരു ഉള്ളതാണ് ശിവൻ്റെ സ്റ്റാച്ചു അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഒരു നല്ല കാം ഫീലിലിരിക്കുന്ന ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ആണത്. നല്ല രസമാണ് അത് കാണാൻ. നമ്മൾ അവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റാച്ചു കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണത്. വല്ലാത്തൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് നമ്മളെ ഈ യോഗ ക്ലാസ്സും അതിൻ്റെ ചേർന്നിട്ടുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഷോ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ലൈറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഒരു കുറച്ച് നേരത്തെ കാണാൻ മാത്രമുള്ള നല്ല അടിപൊളി സംഭവമാണ്. ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങുന്ന ഒരു ലൈറ്റ് ഷോ ആണത്. ഒരു 6 മണിക്ക് രാവിലെ ഓപ്പൺ ആവും. 8 മണി വരെ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. പക്ഷേ 7 മണിക്ക് ലേസർ ഷോ കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് നമ്മൾ പോകുമ്പോഴേക്കും ലേറ്റ് ആവും. അവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തരുന്നത് ആശ്രമത്തെ പറ്റിയിട്ടാണ്. കുറേ ആളുകൾ വന്നിട്ട് ശിവൻ്റെ സ്റ്റാച്ചുയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, അതേപോലെ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ കഴിഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡിലാണ് അതിൻ്റെ ആശ്രമവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു 150 ഏക്കറിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 150 ഏക്കറിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112 ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട്. ഒരു 8 വർഷം എടുത്തത്ര ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ. ഇത് ഫുള്ള് നിർമ്മിച്ചിട്ടുള്ള മെറ്റൽ കൊണ്ടാണ്. അപ്പോൾ നല്ല ഒരു ചെസ്റ്റിൻ്റെ മുകളിലോട്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഉള്ളൂ അവിടെ ഉള്ളത്. അത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രുദ്രാക്ഷമാല ഉണ്ട്. ശിവൻ്റെ കഴുത്തിലിരിക്കുന്ന രുദ്രാക്ഷമാല ഉണ്ട് ആ സ്റ്റാച്ചുയുടെ കഴുത്തിലിരിക്കുന്നത്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തോളം അത്രത്തോളം രുദ്രാക്ഷമണികൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാലയാണിത്. അതൊക്കെ നമ്മൾ എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല, നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതൊക്കെ. അപ്പോൾ അത്രയും നല്ലൊരു സംഭവമാണത്. അവിടെ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യാം. കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. അപ്പോൾ 30 രൂപയാണ് കാർ പാർക്കിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. ബൈക്കിന് 10 രൂപ, അങ്ങനെ എന്തൊക്കെയാണ് അവിടെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് പ്രാവശ്യമെങ്കിലും പോയി കാണണം. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കുടിയേറിപ്പെട്ടിട്ടുള്ള ഈ സ്റ്റാച്ചു ആണിത്. ഇപ്പോൾ ലാർജസ്റ്റ് ബെസ്റ്റ് സ്കൾച്ചർ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് നമ്മൾ സെർച്ച് നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം. ഈ സ്റ്റാച്ചുയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് നമുക്ക് കുറച്ച് ഒരു ആശ്രമവും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. യോഗ സെൻറ്റർ, മെഡിറ്റേഷൻ സെൻറ്ററെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പോകാൻ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നടന്ന് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കാളവണ്ടി ഉണ്ട്, അതിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബസ് ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് പോവാം. പോയി അകത്തോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബാഗ്, ഫോണ് കാര്യങ്ങളെല്ലാം അവിടെ വാങ്ങി വയ്ക്കും. അതൊക്കെ നമുക്ക് ടോക്കൺ തന്നതിന് ശേഷം സാധനമൊക്കെ തന്നിട്ട് തിരിച്ചവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും. അതൊന്നും അകത്തോട്ട് അലൗഡ് അല്ല. പിന്നെ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷൂ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇട്ടിട്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത്, എല്ലാത്തിനും ചാർജില്ല, ഒന്നിനും ചാർജില്ല, ഫുള്ള് ഫ്രീ ആണ്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു ചാർജ് മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ഒന്നിനും അവിടെ ചാർജ് നമ്മൾക്ക് വാങ്ങുന്നില്ല അവർ. പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വാളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഴയത്ത് നിന്നിട്ടാണ് ലേസർ ഷോ ഒക്കെ കണ്ടത്. മഴയൊന്നൊരു വിഷയമായിരുന്നില്ല. അത്രയും നല്ല ഒരു ത്രില്ലിംഗ് ആയിരുന്നു അത് കണ്ടപ്പോൾ.
ഞാനൊരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ലേസർ ഷോ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്രാവശ്യത്തെ പോക്കിലാണ് അത് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പൂളുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പൂളുണ്ട്, ഒരു കുളം. അതിനകത്ത് നമുക്ക് കുളിക്കണം. കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കുറച്ച് നിബന്ധനകളുണ്ട് അതിൽ കുളിക്കാനൊക്കെ. അപസ്മാരം, അതുപോലെ പ്രഷർ, ഷുഗർ, അങ്ങനത്തെ കുറച്ച് പേഷ്യൻസ് ഉള്ള സുഖമില്ലാത്ത ആളുകൾക്കൊന്നും അതിനകത്തോട്ട് ഇറങ്ങാൻ പാടില്ല. അതുപോലെ കുട്ടികൾക്ക് ഇറങ്ങാൻ പാടില്ല. എത്രയോ ഹൈറ്റ് ചെക്ക് ചെയ്തിട്ടൊക്കെ കുട്ടികളെ ഇറക്കി വിടുന്നുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് കുളിക്കാനുള്ള ചാർജ് 10 രൂപയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 10-20 തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മുണ്ട്, നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് പുറത്തുനിന്ന് കുളിച്ചിട്ടുള്ള അതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് വേണം ആ കുളത്തിലോട്ട് ഇറങ്ങാനായിട്ട്, ആ പൂളിലോട്ട് ഇറങ്ങാനായിട്ട്. ആ പൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചില്ല് വാട്ടർ ആയിരിക്കും. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു ഇത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഞാൻ അതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ഷോക്ക് അടിച്ച ഫീലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് വൈബ്രേറ്റ് മുകളിലോട്ട് കയറി വന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ താഴ്ത്തട്ടിലും കോപ്പറാണ്, മുകളിലും കോപ്പറാണ്, പിന്നെ വാട്ടറും നല്ല ചില്ലാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കറക്റ്റ് അല്ലാത്ത ആളുകൾക്ക് അതോടേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ബാക്ക് സൈഡിലോട്ട് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റിയ, ലേഡീസുകൾക്ക് കുളിക്കാൻ പറ്റിയൊരു പൂളുണ്ട്. അതിൻ്റെ പേരാണ് ചന്ദ്രകുണ്ട്. ചന്ദ്രകുണ്ടിൽ പോയിട്ട് ലേഡീസുകൾക്ക് കുളിക്കാം. ഞാൻ സൂര്യകുണ്ടിൽ നമുക്ക് ആണുങ്ങൾക്ക് മാത്രമേ കുളിക്കാൻ പറ്റത്തുള്ളൂ. പെണ്ണുങ്ങൾക്ക് വേറെ പൂളും ആണുങ്ങൾക്ക് വേറെ പൂളും, അങ്ങനെ സൂര്യകുണ്ട് ആണുങ്ങൾക്കും ചന്ദ്രകുണ്ട് പെണ്ണുങ്ങൾക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ധ്യാനലിംഗ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാളുണ്ട്. ആ ഹാളിനകത്തോട്ട് നമ്മൾ കയറിയിട്ട് നമുക്ക് അറിയാവുന്ന മെഡിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ കണ്ണ് ചിമ്പി ഒരു 10 മിനിറ്റ് അരമണിക്കൂർ നമുക്ക് അവിടെ പോയി ചിലർ ഉറങ്ങിപ്പോകുന്നവരുണ്ട്. അത്രയും സൈലൻ്റ് ആയിരിക്കും അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി റിലാക്സ് ആവും. അവിടുന്ന് ആ സൂര്യകുണ്ടിന്ന് കുളിച്ച് വന്നിട്ട് അതിനകത്തോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്, അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതൊക്കെ അനുഭവിച്ചറിയ തന്നെ വേണം. അത്രയും നല്ലൊരു ഫീലായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ച് വരാം. ഞങ്ങൾ തിരിച്ച് വന്നത് നമ്മുടെ ഈ വഴിയായിരുന്നു, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ മേട്ടുപ്പാളയം വഴി ഊട്ടിയിലൊക്കെ കയറിയിട്ട് മസനഗുഡി കാട്ടിലൂടെയൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇഷ്ടം. നേരിട്ട് ഇതിന് മാത്രം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തലേ ദിവസം വന്നിട്ട് ലൈറ്റ് ഷോ കണ്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നമ്മൾ കാണണം. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ പേര് ഒരു ആദിയോഗി എന്നുള്ള പേരിലാണ് ആ സ്റ്റാച്ചു അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശിവൻ്റെ ഒരു സ്റ്റാച്ചു. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരതയും ഒരു പോസിറ്റീവും എന്തൊക്കെയോ തോന്നും. അത് ഓരോരുത്തർക്കും മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും എന്താണ് തോന്നുന്നത് എന്നുള്ളത്. എനിക്ക് ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേടിയൊക്കെയാണ് തോന്നിയിരുന്നത്. ശിവൻ്റെ സ്റ്റാച്ചുയുടെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ജടയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പേടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും സംഗതി ഉഷാറാണ്, ഗംഭീരമാണ്. അപ്പോൾ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും പോയി കാണാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നല്ല റഷായിട്ടുണ്ട് ഇപ്പോൾ അവിടെ. മഴ ഉണ്ടാവും. മഴ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ഒഴിഞ്ഞൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്